ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എക്കാലത്തും നിർണ്ണയിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യൻ നാടുകളിലെ നയതന്ത്ര നീക്കങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന സൗദി അറേബ്യ തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെയും ഊർജ്ജോൽപാദനത്തിന്റെയും പുതിയ തലങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായി അമേരിക്കയുമായി സൗദി അറേബ്യ ഒപ്പുവെച്ച സിവിലിയൻ ആണവ സഹകരണ കരാർ കേവലം ഒരു വാണിജ്യ ഉടമ്പടിയല്ല, മറിച്ച് ലോകശക്തികൾക്കിടയിലെ പുതിയൊരു ചതുരംഗ കളിയുടെ തുടക്കമാണത്. എന്നാൽ ഊർജ്ജ വകുപ്പ് പ്രതിനിധികൾ തമ്മിൽ ഒപ്പുവെച്ച ഈ ചരിത്രപരമായ കരാറിന് തൊട്ടുപിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രഖ്യാപനം ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് തികച്ചും പുതിയൊരു മാനം നൽകിയിരിക്കുന്നു. ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കുന്ന എബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ ആണവ കരാറിന് അന്തിമ അനുമതി ലഭിക്കുകയുള്ളൂ എന്ന ട്രംപിന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെയും ശാക്തിക ചേരികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കൻ ആണവോർജ്ജ നിയമത്തിലെ 123 വകുപ്പ് പ്രകാരം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ സിവിലിയൻ ആണവ സഹകരണ കരാർ അടുത്ത 30 വർഷത്തേക്ക് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഊർജ്ജ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ചേർന്നാണ് ഈ സുപ്രധാന രേഖയിൽ ഒപ്പുവെച്ചത്. വിഷൻ 2030 എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിന് പെട്രോളിയത്തെയും പ്രകൃതിവാതകത്തെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവഴി കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യാനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനും അവർക്ക് സാധിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ശതകോടിക്കണക്കിന് ഡോളറിന്റെ വാണിജ്യ സാധ്യതകളാണ് തുറന്നിടുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനും സാങ്കേതിക വിദ്യകൾ കൈമാറാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കരാർ വഴിയൊരുക്കും. ഈ കരാറിന്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകം ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യമാണ്. അമേരിക്ക ഈ സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ സൗദി അറേബ്യ തങ്ങളുടെ ആണവ പദ്ധതികൾക്കായി ചൈനയെയോ റഷ്യയെയോ സമീപിക്കുമെന്ന് ഉറപ്പായ കാര്യമായിരുന്നു. പശ്ചിമേഷ്യയിൽ ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ സൗദി അറേബ്യയെ എതിർചേരിയിലേക്ക് വിട്ടു നൽകാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെയും മേൽനോട്ടത്തിന്റെയും കീഴിൽ സൗദിയുടെ ആണവ പദ്ധതികൾ നിലനിർത്തുക എന്നത് വാഷിംഗ്ടണിന്റെ സുപ്രധാനമായ ഒരു ഭൗമ രാഷ്ട്രീയ ആവശ്യമാണ്. ഈ സാങ്കേതിക മത്സരം യഥാർത്ഥത്തിൽ ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ആധിപത്യ പോരാട്ടത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഏതൊരു ആണവ കരാറിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലെ സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. സൗദി അമേരിക്ക കരാർ ഒപ്പുവെച്ച വാർത്ത പുറത്തു വന്നയുടനെ തന്നെ രാജ്യാന്തര തലത്തിൽ വലിയൊരു ആശങ്ക ഉടലെടുത്തിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ഉപയോഗിച്ച ഇന്ധനം പുനരുപയോഗിക്കാനുമുള്ള അവകാശം സൗദിക്ക് ലഭിക്കുമെന്നും ഭാവിയിൽ അത് ആണവായുധ നിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ കർശന പരിശോധനകൾ ഉറപ്പുവരുത്തുന്ന അഡീഷണൽ പ്രോട്ടോകോൾ ഈ കരാറിന്റെ ഭാഗമല്ലെന്ന വാർത്തകൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സൗദിക്കും സമാനമായ സാങ്കേതികവിദ്യ ലഭിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ആണവായുധ മത്സരത്തിന് തിരികൊളുത്തുമെന്ന് ഇസ്രായേലും അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങളും വാദിച്ചു. മുൻപ് ഇറാൻ ഒരു ആണവായുധം വികസിപ്പിച്ചാൽ സൗദിയും അതേ പാത പിന്തുടരുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് താൽക്കാലികമായി വിരാമം വിട്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഈ പദ്ധതി കേവലം സമാധാനപരമായ ആവശ്യങ്ങൾക്കും സിവിലിയൻ ഉപയോഗത്തിനും മാത്രമുള്ളതാണെന്നും UAE-ക്കും മറ്റ് രാജ്യങ്ങൾക്കും നൽകിയിട്ടുള്ളതുപോലെ യാതൊരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരണം ഇതിന്റെ ഭാഗമാകില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപിന്റെ ഈ വേഗത്തിലുള്ള വിശദീകരണത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ ആണവ കരാറിലെ ഏറ്റവും വലിയ കടമ്പ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ രാഷ്ട്രീയ ഉപാധിയാണ്. 2020 ട്രംപ് ഭരണകൂടത്തിന്റെ കാർമ്മികത്വത്തിൽ UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച എബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യയും ഒപ്പുവെക്കണം എന്നതാണ് ആ വ്യവസ്ഥ. എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര എളുപ്പത്തിൽ വഴങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി അറേബ്യ രാജ്യാന്തര വേദികളിൽ പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 2023 ഒക്ടോബറിന് ശേഷം ഗാസയിൽ തുടരുന്ന നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങളുടെയും മാനുഷിക പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിൽ അറബ് ലോകത്തെ പൊതുവികാരം ഇസ്രയേലിന് പൂർണ്ണമായും എതിരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫലസ്തീൻ പ്രശ്നത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരമുണ്ടാക്കാതെ ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ സൗദിയുടെ നേതൃത്വപരമായ പദവിക്ക് വലിയ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ കേവലം ഒരു ആണവ കരാറിന് വേണ്ടി തങ്ങളുടെ ദശാബ്ദങ്ങളായുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്നും സൗദി ഭരണകൂടം വ്യതിചലിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ തന്ത്രപരമായ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പര്യാപ്തമായ ഒന്നാണ്. ഒരു വശത്ത് സാമ്പത്തികവും സാങ്കേതികവുമായ കുതിച്ചുചാട്ടത്തിന് പാശ്ചാത്യ പിന്തുണ ഉറപ്പാക്കാൻ സൗദി ആഗ്രഹിക്കുന്നു. എന്നാൽ മറുവശത്ത് തങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയ മൂല്യങ്ങളെ അടിയറവ് വെക്കാൻ അവർ തയ്യാറുമല്ല.
ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ തന്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന അബ്രഹാം ഉടമ്പടിയിലേക്ക് സൗദിയെ കൂടി കൊണ്ടുവരുന്നത് വലിയൊരു രാഷ്ട്രീയ വിജയമായിരിക്കും. എന്നാൽ ഊർജ്ജ വകുപ്പുകൾ തമ്മിൽ കരാർ ഒപ്പുവെച്ചതിനു ശേഷം ഇത്തരം ഉപാധികൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് സൗദി ഭരണകൂടത്തിന് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണോ എന്ന വിമർശനവും നയതന്ത്രജ്ഞർക്കിടയിൽ ശക്തമാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ കരാർ നിയമപരമായി പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നതിനാൽ വരും നാളുകളിൽ വാഷിംഗ്ടണിലെ ഇടനാഴികളിലും റിയാദിലെ കൊട്ടാരങ്ങളിലും വലിയ നയതന്ത്ര ചർച്ചകൾക്ക് ഇത് വഴിവെക്കും. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ ആണവ കരാർ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റത്തിനപ്പുറം ലോക സമാധാനത്തിന്റെയും ശാക്തിക സന്തുലിതാവസ്ഥയുടെയും വലിയൊരു പരീക്ഷണമായി മാറുകയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ ഭാവിയുടെ ഊർജ്ജ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലാണ്. എന്നാൽ ആ വാതിൽ തുറക്കണമെങ്കിൽ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുക എന്ന വലിയ രാഷ്ട്രീയ വില അവർ നൽകേണ്ടി വരും. സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ചരിത്രപരമായ ശത്രുതകളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ചരിത്രപരമായ ശത്രുതകളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് കേവലം കടലാസിലെ കരാറുകളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ലെന്നും അതിന് അവിടുത്തെ ജനതയുടെ ചരിത്രപരമായ നീതി നിഷേധങ്ങൾക്ക് കൂടി സ്വീകാര്യമായ പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.